നമസ്കാരം. കഴിഞ്ഞ ദിവസം ഈ 41 പേര് മരിച്ചല്ലോ തമിഴ്നാട്ടിൽ. അവരെ വിജയ് നേരിട്ട് കണ്ട് ഒരുപാട് ആശ്വാസപ്പെടുത്തി, പിന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു എന്നൊക്കെ പറഞ്ഞൊക്കെ ഒരു വാർത്ത ഉണ്ടായിരുന്നു. സോ അവരെ 5 സ്റ്റാർ ഹോട്ടലിൽ വിളിച്ചു വരുത്തിയാണ് കണ്ടത്. ആ സ്ഥലത്തോട്ട് പോയി വിജയ് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വിമർശനങ്ങൾ വരുന്നുണ്ട്. ഇത് പറയുന്ന മുന്നേ ഈ 41 പേര് മരിച്ചിട്ടുണ്ടല്ലോ, ആ 41 പേരുടെ ഫാമിലിക്ക് തമിഴ്നാട്ട് ഗവൺമെൻറ്റും ബാക്കിയുള്ളവരൊക്കെ എന്തൊക്കെ ഹെൽപ്പ് ചെയ്തു നമുക്ക് കാണാം. സർക്കാർ ഓരോ കുടുംബത്തിനും 10 ലക്ഷം കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ 41 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ 41 കുടുംബം അല്ല. കാരണം ഒരു ഫാമിലിയിൽ തന്നെ 2 പേര് 3 പേരൊക്കെ മരിച്ചിട്ടുണ്ട്. അപ്പം മൊത്തത്തിൽ ഒരു 38 ഫാമിലിയാണ്. സോ ഈ 38 ഫാമിലിക്ക് 10 ലക്ഷമാണ് കൊടുത്തേക്കുന്നത്. പക്ഷേ വിജയ് കൊടുത്തിരിക്കുന്നത് ഓരോരുത്തർക്കും, അതായത് ഒരു വീട്ടിൽ 2 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ 20 ലക്ഷം, 20 ലക്ഷം, 40 ലക്ഷം, അങ്ങനെയാണ് വിജയ് ഹെൽപ്പ് ചെയ്തേക്കുന്നത്. പിന്നെ കമലഹാസൻ ഓരോ കുടുംബത്തിനും 1 ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ വേറെ കുറച്ച് പാർട്ടിക്കാരൊക്കെ 50,000 അങ്ങനെയൊക്കെ കൊടുത്തിട്ട് അങ്ങനെ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിട്ടുണ്ട്. സോ ഇതിൽ ഞാൻ പറയാൻ വരാൻ മെയിൻ കാരണം, സർക്കാർ 10 ലക്ഷം കൊടുത്തു. വിജയ് ഓരോരുത്തർക്കും ഓരോ ഫാമിലിയിൽ മരിച്ച എത്ര പേരുണ്ടോ അത്ര പേർക്ക് 20 ലക്ഷം വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുമാത്രം കൂടാതെ ഓരോ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഇൻഷുറൻസും എടുത്ത് കൊടുത്തിട്ടുണ്ട്, ഹെൽത്ത് ഇൻഷുറൻസും കൊടുത്തിട്ടുണ്ട്. പിന്നെ അതും കൂടാതെ ഇവർക്ക് എല്ലാ മാസവും ലൈഫ് ലോങ് മാസം 5,000 വെച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതും കൂടാതെ ആ ഫാമിലിയിലുള്ള എല്ലാവർക്കും ആർക്കെങ്കിലും ജോലി പ്രശ്നമുണ്ടോ, ഇനി എന്തെങ്കിലും കടമുണ്ടോ, എന്തെങ്കിലും ബാങ്ക് ലോൺ ഉണ്ടോ, അതെല്ലാം വിജയ് തീർക്കുന്നുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കേ, ഒരൊറ്റ മനുഷ്യനാ, വിജയുടെ ഒറ്റ കാശാണ്, സ്വന്തം കാശാണ് പോകുന്നത്. മറിച്ച് സർക്കാരാണെങ്കിൽ കയ്യിൽ നിന്നല്ല കൊടുക്കുന്നത്, സർക്കാർ ഫണ്ടിൽ നിന്നാണ് എടുത്ത് കൊടുക്കുന്നത്. സോ ഇത്രയൊക്കെയാണ് വിജയ് ഹെൽപ്പ് ചെയ്തേക്കുന്നത്. എന്താ പറയുക, ഒരു ഒറ്റ മനുഷ്യനായിട്ട് ഇരുന്നിട്ട് ഇത്രയും വലിയ ഹെൽപ്പ് ചെയ്തതെന്ന വലിയ കാര്യം തന്നെ. ഇപ്പോൾ ഈ 41 പേരും അവരുടെ ഫാമിലിയും പോയി വിജയനെ കണ്ടിട്ടുണ്ടല്ലോ. അവർ കണ്ടപ്പം എന്നുവെച്ചാൽ നാട്ടുകാർ മൊത്തം, തമിഴ്നാട്ടിലുള്ള എല്ലാവരും കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുക. അതായത് വിജയ് അവിടെ പോയി കണ്ടില്ല, അവരെ വിളിച്ചു വരുത്തി കണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുക. പക്ഷേ ഈ 41 പേർ മരിച്ചവരുടെ അവരുടെ ഫാമിലി അവരെ പോയി കണ്ടിട്ട് അവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്, അത് നമുക്ക് கேட்கலாம். இந்த கண்ணீரை எங்களால் இன்னமும் மறக்க முடியாது. ஆனாலும் எப்படி சொல்கிறதுன்னு தெரில, ரொம்ப கஷ்டமாக இருக்குது. புள்ளையை இழந்தது நாங்கள் தான். ஆனாலும் சாரு இவ்வளோ தூரம் இறங்கி எங்களை இவ்வளோ தூரம் கூட்டிகிட்டு போய் அங்கே அவ்வளோ அழுதாரு. ஃபோட்டோவை பார்த்து நாங்களும் எல்லாருமே அழுதுட்டோம். முடியல எங்களாலையும் எதுவுமே. அவரை பார்த்தாலே அவர் இருந்ததுக்கு இப்போ ரொம்ப ஆள் உடஞ்சிட்டாரு. அவர் கண்ணீர் தான் அவ்வளோவும், பேச பேச அவ்வளோ கண்ணீர் விட்டார். இதை உங்கள் வீட்டில் ஒருவனே என்ன நினச்சிங்க, எதாக இருந்தாலும் நான் வந்து நிற்பேன், போவோம், புள்ள படிப்பு செலவு, தம்பிக்கு எல்லாருக்குமே வந்து பார்க்குறேன், போகிறேன், வரேன்னு எல்லாமே சொன்னாங்க. சரிங்க சார்னு பேசணும் சொல்கிறேன். எனக்கு தெரியல அப்படின்னு கண்ணீர் விட்டு அழுதாரு. போனோடனே காலில் விழுந்துட்டார். வயசு பார்க்காம காலில் விழுந்தார். எங்களுக்கு கொஞ்சம் அந்த இடத்துல பெரிய மனுஷன், அவர் பெரிய நடிகர், அது இல்லாமல் இப்போ கட்சியில் அரசியல் இருக்கிறாரு. ஒரு கால் விழுந்து எங்களுக்கு மனசு கொஞ்சம் இதாக இருக்குது. நாங்கள் பிடிச்சி தூக்கி விட்டோம். அதுக்கப்புறம் நாங்கள் காலில் விட்டு விட மாட்டேன்ட்டார். அவர் உக்காந்துட்டார், தரையில் கீழே உக்காந்துட்டார். உட்காந்து நல்லபடியாக பேசிட்டு, எதாக இருந்தாலும் உங்கள் குடும்பத்தில் ஒரு ஆண்லாம் அண்ணனா நினச்சாலும் சரி, தம்பியாக நினச்சாலும் சரின்னு அவர் சொன்னார். சொல்லிட்டு நல்லபடியாக பார்த்து நல்லபடியாக ஆறுதல் சொல்லி தான் அனுப்பிச்சுட்டு நீங்கள் திரும்பி கரூர் வாங்க, இந்த நடந்துட்டு இது வந்தார். வேணாங்க சார், நாங்கள் திருப்பி நாங்கள் விழுந்தோம், அவர் விழுவ வேண்டான்னு சொல்லிட்டார். ஏன்னா 2 பேர்த்துக்கு இடையிலுமே ஒரு இஷ்யூ ஆயிடுச்சு. யார் குற்றங்கிறது தெரியலன்னா கோர்ட்டில் இழுவையில் இருக்குது. அதனால் அவர் சொல்லிட்டார், இது கோர்ட்டில் இழுவையாக இருக்குது, நீங்கள் இது முடிஞ்சோடனே நான் கரூருக்கு வர்றேன் அப்படின்னு சொன்னார். அவங்க குடும்பத்தில் சேர்ந்து இந்த மாதிரி எங்களுக்கு ஒரு வாழ்வாதாரம் வேணும் கடைசி വരയ്ക്കും அப்படின்னு. അപ്പോൾ ഇവരൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതിൽ ഞാൻ എല്ലാവരുടെയും ഇത് ഇട്ടിട്ടില്ല, കുറച്ച് പേരുടെ ഞാൻ ഇട്ടിട്ടുള്ളൂ. പക്ഷേ എല്ലാവരും പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിജയ് അവിടെ ചെന്നപ്പോൾ തന്നെ കരച്ചിലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു. എല്ലാവരുടെയും കാലിൽ വീണ് പിന്നെ എണീക്കുന്നില്ലായിരുന്നു, ഭയങ്കര കരച്ചിലായിരുന്നു എന്നാണ് പറയുന്നത്. എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ചെയ്യാം, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് ഇത്രയും വലിയൊരു പ്രശ്നം ഉണ്ടായത്. ഒന്ന് ആലോചിച്ച് നോക്കുക, ആ റെസ്പോൺസിബിലിറ്റി മൊത്തം പുള്ളിയാണ് ഏറ്റെടുത്തത്. ശരിക്കും പറഞ്ഞാൽ പുള്ളി കാരണമല്ല ഇത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ പുള്ളി എല്ലാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്ത്, ഞാൻ കാരണമാണ് നിങ്ങൾക്ക് സംഭവിച്ചിരിക്കുന്നത്, ഇതൊരിക്കലും എനിക്കിത് നിവൃത്തി ചെയ്യാൻ പറ്റത്തില്ല, എത്ര കാശ് കൊടുത്താലും എന്ത് ഹെൽപ്പ് ചെയ്താലും, അതുകൊണ്ട് ജീവിതകാലം മുഴുവൻ നിങ്ങളുടെ കൂടെ ഞാൻ ഉണ്ടാവും,
നിങ്ങൾ ദത്തെടുത്തേക്കുക, നിങ്ങളുടെ ഫാമിലി എല്ലാവരെയും എന്ത് ഹെൽപ്പാണെങ്കിലും എന്ത് ഇതാണെങ്കിലും ഞാൻ ചെയ്തു തരാം എന്നുള്ള രീതിയിൽ എല്ലാവർക്കും പുള്ളി ഒരേ കാര്യം തന്നെയാണ് പറഞ്ഞത്. അത് മാത്രമല്ല എല്ലാവരുടെയും കാലിൽ വീണ് കരച്ചിലോട്ട് കൊടുത്ത് ഏതെങ്കിലും ഒരു ലീഡർ, ഈ ലോക ചരിത്രത്തിലെ ഏതെങ്കിലും ഒരു ലീഡർ ഇതുപോലെ കാലേ വീണ് കരഞ്ഞിട്ടുള്ള ചരിത്രമുണ്ടോ? ഇപ്പോൾ ആൾക്കാർ പറയുന്നത് എന്താണെന്നറിയോ, ഈ DMK ഓപ്പോസിറ്റ് പാർട്ടീസ് അവരിപ്പോൾ ഇതെങ്ങനെയാണ് വിജയനെ കളിയാക്കുന്നതെന്ന് വെച്ചാൽ, പുള്ളി തെറ്റ് ചെയ്തതുകൊണ്ടല്ലേ ഇതൊക്കെ ചെയ്തത്, അതുകൊണ്ട് കരഞ്ഞേ പറ്റൂ എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ, അത് വേറെ രീതിയിലാണ് ട്വിസ്റ്റ് ചെയ്തിട്ട് തമിഴ്നാട്ടിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ അവരെന്ത് വേണമെങ്കിലും പറയും, കാരണം വിജയ്ക്ക് ഇപ്പോൾ സപ്പോർട്ട് ഭയങ്കരമാണ്. തമിഴ്നാട്ടിൽ ഒരാൾ പോലും വിജയ്ക്കെതിരല്ല, എക്സെപ്റ്റ് ഈ ഓപ്പോസിറ്റ് പാർട്ടിക്കാർ മാത്രമേ ഉള്ളൂ വിജയനെ കുറ്റം പറയുന്നത്. പക്ഷേ അവിടെ ഉള്ള ആൾക്കാർ ആരും വിജയനെ കുറ്റം പറയുന്നില്ല. മറിച്ച് ഇപ്പം നേരത്തെ ഇരുന്ന വിജയന് സപ്പോർട്ടിനെക്കാട്ടിലും ഇപ്പോൾ ഡബിളായിട്ട് വന്നിട്ടുണ്ട്. അതാണ് അവിടുത്തെ സത്യാവസ്ഥ. പക്ഷേ ഇപ്പോഴും കേരളത്തിൽ കുറേ ആൾക്കാർ ഇപ്പോഴും ഈ മീഡിയ ചാനൽസ് എല്ലാം കൂടെ പ്രൊമോട്ട് ചെയ്ത് എല്ലാം വിജയനെ നെഗറ്റീവായിട്ട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. എന്തു പറയാൻ, ഈ നെഗറ്റീവ് പറയുന്ന ആൾക്കാർ നമ്മുടെ കേരളത്തിൻ്റെ ഒരു ഹിസ്റ്ററി എടുത്ത് നോക്കണം. തമിഴ്നാട്ടിൽ ഇപ്പോൾ DMK ആയാലും ADMK ആയാലും ഇത്രയും പാർട്ടീസ് ഉണ്ട്, ഈ രണ്ട് മെയിൻ പാർട്ടീസ് ഉണ്ട്. ഇവർ രണ്ടുപേരും മത്സരിച്ച് ആ നാടിനെ നന്നാക്കാനാണ് നോക്കുന്നത്. അതായത് ഞാൻ നന്നാക്കാം എന്ന് പറഞ്ഞിട്ട് മത്സരിച്ച് നന്നാക്കുക, കാരണം അടുത്ത ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി. ഇവിടെ നന്നാക്കണ പരിപാടിയും ഇല്ല, ഉള്ളതും അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്ന പരിപാടി മാത്രമേ ഉള്ളൂ. കമ്മ്യൂണിസ്റ്റ് ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും ഇതൊക്കെ കണ്ട് പഠിക്കണം. തമിഴ്നാടെങ്കിലും അവിടെ അറ്റ്ലീസ്റ്റ് അടിയിട്ട് അവർ ആൾക്കാർക്ക് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പറയും സർക്കാരിന് കാശില്ല എന്ന് പറയും. പറഞ്ഞിട്ട് എന്താ കാര്യം?